അഷ്കർ അലി കരിമി, ഇക്ബാൽ അറക്കലും, പ്രവീൺ പുരുഷോത്തമനും, ഹരിമോഹനും, ആർ റോഷിപാലും, ശ്യാം ദേവരാജും, ടി വി പ്രസാദുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നമുക്ക് ആദ്യം ഹരിയിലേക്ക് തന്നെ പോകണം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കാവുകയാണ് ശാസ്ത്രീയ പരിശോധനാ ഫലം. റിപ്പോർട്ടർ ഉൾപ്പെടെ പുറത്തുവിട്ട ശബ്ദരേഖകൾ രാഹുലും അതിജീവിതയും തമ്മിലുള്ളത് തന്നെയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ശബ്ദരേഖയിൽ കൃത്രിമം നടത്തിയിട്ടില്ല എന്നതാണ് SITയുടെ നിർണായക കണ്ടെത്തൽ. ഡബ്ബിംഗ്, AI സാധ്യതകൾ തള്ളാമെന്നുമല്ല നിഗമനത്തിലും എത്തിയിരിക്കുകയാണ്. പബ്ലിക് ഡൊമൈനിൽ നിന്നെടുത്ത രാഹുലിന്റെ ശബ്ദ സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നാണ് നിർണായക കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഹരിമോഹൻ, ഏറ്റവും പ്രധാനം അതുതന്നെയാണ്. ഈ ശബ്ദരേഖകളെല്ലാം നിഷേധിക്കുകയാണ്, അല്ലെങ്കിൽ AI എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അത്തരം വാദങ്ങളൊക്കെ പൊളിയുന്നു. നമ്മൾ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്ന സംഭാഷണങ്ങൾ അത് അതിജീവിതയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ളതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നു. അപ്പോൾ ആ വാദവും പൊളിയുകയാണ്. ശബ്ദിക്കുന്ന തെളിവുകളായി മാറുന്നു ഇതെല്ലാം. വിനിത, തീർച്ചയായിട്ടും ശബ്ദിക്കുന്ന തെളിവുകൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ശബ്ദരേഖകൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന സമയത്ത് കോൺഗ്രസ് നേതാക്കളടക്കം പലരും പറഞ്ഞിരുന്നത് AI ആയിരിക്കാം എന്നുള്ളതായിരുന്നു. രാഹുലിനെ അനുകൂലിക്കുന്ന പലരുടെയും നിലപാട് അങ്ങനെ തന്നെയായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ശബ്ദരേഖയാണെന്നുള്ള ചില ആരോപണങ്ങൾ, ചില വാദങ്ങളൊക്കെ തന്നെ. പക്ഷെ അതെല്ലാം പൊളിഞ്ഞു വീഴുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരുന്നത്. ഈ ശബ്ദരേഖകൾ അതിൻ്റെ പാതിയോളം പരിശോധന പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതായത് നിരവധിയായ ശബ്ദരേഖകൾ യുവതി അന്വേഷണ സംഘത്തിന് ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. പരാതി കൊടുത്ത് മൊഴി രേഖപ്പെടുത്തി ആ രാത്രി തന്നെ പൂർണ്ണമായിട്ടും കയ്യിലുള്ള തെളിവുകൾ, ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റുകളും അടക്കം എല്ലാം യുവതി കൈമാറിയിട്ടുണ്ടായിരുന്നു. അതിൽ ശബ്ദരേഖകൾ, അതിൻ്റെ പാതിയോളം ശബ്ദരേഖകളുടെ പരിശോധന ഇതിനോടകം പൂർത്തീകരിച്ച് അതിൻ്റെ ഫലം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആ ശബ്ദരേഖകളിൽ ആദ്യത്തെ കാര്യം, ആ ശബ്ദരേഖകളിലുള്ളത് പരാതിക്കാരിയായ യുവതിയുടെ ശബ്ദം തന്നെയാണ് എന്നുള്ളതാണ് ആദ്യത്തെ സ്ഥിരീകരണം. അതായത് യുവതിയുടെ ശബ്ദ സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് യുവതിയുടെ ശബ്ദ സാമ്പിൾ ഇതുമായി മാച്ച് ആയത്. അത് യുവതിയുടെ ശബ്ദമാണ് ഒരു വശത്തുള്ളത് എന്നുള്ള കാര്യം കണ്ടെത്തിക്കഴിഞ്ഞു. രണ്ടാമത്തേതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് കേസിലെ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദമാണോ അതെന്നുള്ള പരിശോധന. ആ പരിശോധന നടത്തണമെങ്കിൽ രണ്ട് സാധ്യതകളാണ് ഉണ്ടായിരുന്നത്. അതായത് ഒളിവിൽ പോയ വ്യക്തി എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം നേരിട്ടെടുക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഒന്നുകിൽ കസ്റ്റഡിയിൽ എടുത്ത ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദ സാമ്പിൾ എടുത്തുകൊണ്ട് ആ പരിശോധന നടത്തണം. അതല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യാൻ കഴിയുന്ന ഒന്ന്, ഈ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ പ്രതിയുടെ ശബ്ദം, ആ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് ഇത് മാച്ച് ചെയ്യുമോ എന്നുള്ളത് നോക്കാൻ കഴിയും. അത് നോക്കി ഫലം പരാതിക്കാരിക്ക്, യുവതിക്ക് അനുകൂലമാണ്. മാത്രമല്ല അന്വേഷണത്തിൽ കൃത്യമായ തെളിവായി അത് മാറുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം തന്നെയാണ് ആ ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നത് എന്നുള്ള നിർണായകമായ തെളിവാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇന്നോ നാളെയോ ആയി പൂർണ്ണമായിട്ടും ശബ്ദരേഖകളുടെ പരിശോധന പൂർത്തീകരിക്കും. അത് കൃത്യമായ തെളിവുകൾ എന്നുള്ള നിലയ്ക്ക് തന്നെ ബുധനാഴ്ച ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് തടയിടുന്ന രീതിയിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. വിനീത.